ഹായ് ഫ്രണ്ട്സ്, മൈ നെയിം ഇസ് നിതിൻ. ഞാൻ ഇന്ന് നിങ്ങൾക്കായി പുതിയൊരു അറിവുമായിട്ടാണ് വന്നിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുന്ന സൗദിയിലുള്ള ഫ്രണ്ട്സിനാണ്. നിങ്ങൾക്കറിയാലോ, സൗദിയിൽ പ്രത്യേകിച്ച് നമ്മൾ ബാങ്കിൽ പോയി കഴിഞ്ഞാൽ വളരെയധികം തിരക്ക് അനുഭവപ്പെടും. ATM കൗണ്ടറിലാണെങ്കിലും വളരെ എപ്പോഴും ചെന്നാലും നല്ല തിരക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥലമാണ്. നമുക്ക് തവീൽ അൽ രാജി ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് എങ്ങനെ നമുക്ക് ഓൺലൈൻ വഴി പൈസ ട്രാൻസ്ഫർ ചെയ്യാം എന്നതാണ്. തവീൽ അൽ രാജി ബാങ്കിൽ അക്കൗണ്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് ഈ വീഡിയോ വളരെയധികം പ്രയോജനപ്പെടുന്നത്. എളുപ്പമാർഗ്ഗത്തിൽ നമ്മുടെ മൊബൈൽ ഉപയോഗിച്ച് പൈസ എങ്ങനെ ട്രാൻസ്ഫർ ചെയ്യാം, അതിൽ അക്കൗണ്ട് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം. 100% വിശ്വസ്തമാണ്. ഇത് നമ്മുടെ പൈസ എവിടെ പോകുന്നില്ല, നമുക്ക് ഇമെയിൽ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. ഇതിന് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ബെൽ ബട്ടൺ അമർത്തി വീഡിയോ ഷെയർ ചെയ്യുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യം പ്ലേ സ്റ്റോറിൽ പോവുക. ഇത് ആപ്പിൾ സ്റ്റോറിലും ഗൂഗിൾ പ്ലേ സ്റ്റോറിലും ലഭിക്കുന്നതാണ് ഈ ആപ്ലിക്കേഷൻ. ആദ്യമേ തവീൽ അൽ രാജി എന്ന് പറയുന്ന പ്ലേ സ്റ്റോറിൽ സെർച്ച് ചെയ്യുക. ഇപ്പോൾ തവീൽ അൽ രാജി ആപ്ലിക്കേഷൻ ഓപ്പൺ ആയി വരും. ഇപ്പോൾ വേണ്ടവർക്ക് ഈ വീഡിയോയുടെ താഴെ ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ വെക്കുന്നതായിരിക്കും. ആദ്യമേ നമ്മളിത് ഓപ്പൺ ചെയ്യുക. ആദ്യം ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. അപ്പോൾ അതിനകത്ത് ലോഗിൻ, അതുപോലെ കറൻസി കൺവേർട്ടർ എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. നമുക്ക് ഇപ്പോൾ നാട്ടിൽ ബാങ്ക് റേറ്റ് എത്ര എന്നറിയാനെ കൊണ്ടും ഈ ആപ്ലിക്കേഷൻ കൊണ്ട് ഉപകാരപ്പെടും. ബാങ്ക് റേറ്റ് കറൻസി കൺവേർട്ടർ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ സൗദി റിയാലും ഇപ്പോൾ യൂറോ ആണ് കാണിക്കുന്നത്. നമുക്ക് അത് യൂറോ ചേഞ്ച് ചെയ്ത് ഇപ്പോൾ INR കൊടുത്ത് ഇന്ത്യൻ കറൻസി കൊടുത്തുക. ഇന്ത്യൻ കറൻസിക്ക് ഇപ്പോൾ 18 രൂപ 38 പൈസയാണ് ഇപ്പോൾ റിയാലിന് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിപ്പോൾ നമ്മുടെ എത്ര രൂപ അയക്കാറുണ്ട്, അത് നമുക്കിപ്പോൾ ഒരു 100 റിയാൽ നമുക്ക് തൽക്കാലം 100 റിയാൽ റേറ്റ് വെക്കും. 100 റിയാൽ ഇപ്പോൾ ഇന്ത്യയിൽ എത്ര രൂപ കിട്ടും എന്നുള്ള റേറ്റ് ഇപ്പോൾ കാണിക്കുന്നത് 1838 രൂപ 27 പൈസ. ഇന്നത്തെ രീതിയിൽ അയച്ചു കഴിഞ്ഞാൽ ഇത്ര രൂപയാണ് കിട്ടുന്നത്. ഇനി അതുകൂടാതെ നമുക്ക് ഇതിനകത്ത് എങ്ങനെ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമെന്ന് ഇനി അടുത്ത് നോക്കാം. ആദ്യം ഇതിൽ ലോഗിൻ കൊടുക്കുക. പ്ലേ സ്റ്റോറിൽ ഇപ്പോൾ ഇതിൻ്റെ പുതിയ വെർഷൻ ആപ്ലിക്കേഷൻ ലഭ്യമാണ്. ഞാൻ ഇതിനകത്ത് ലിങ്ക് വെക്കുന്നതിനകത്ത് പക്ഷേ ഇങ്ങനെ റൗണ്ടിലുള്ളതല്ല കാണിക്കുന്നത്. 53 സംതിങ് MB ഉണ്ട്. ഇത് 17 MB. ഇത് പഴയ വെർഷനാണ്. പഴയ വെർഷനകത്താണ് ഞാൻ ഇത് ചെയ്തിരിക്കുന്നത്. പുതിയ വെർഷൻ ഇതുവരെ ഡൗൺലോഡ് ചെയ്തില്ല. രണ്ടും സെയിം തന്നെയാണ്. ഇതിനകത്ത് ആദ്യം നമ്മൾ പുതുതായിട്ട് അക്കൗണ്ട് ഉള്ള ആൾക്കാരാണെങ്കിൽ, പുതുതായിട്ട് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാനുള്ള ആൾക്കാരാണെങ്കിൽ രജിസ്റ്റർ കൊടുക്കുക. ഓൾറെഡി അക്കൗണ്ട് ഉള്ള ആൾക്കാരാണ് യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക. ഇപ്പം എനിക്ക് ആൾക്കാരുടെ അക്കൗണ്ട് രജിസ്റ്റർ എങ്ങനെ ചെയ്യുന്നത് കാണിച്ചില്ല. ഇവിടെ നമ്മുടെ ATM ഫ്രണ്ടിലായിട്ട് ഒരു 19 നമ്പർ വരും. ആ 19 ATM കാർഡ് ഫ്രണ്ടിലെ 19 ഡിജിറ്റൽ നമ്പർ ഇവിടെ ഡയൽ ചെയ്യുക. നമ്പർ ഞാനൊരു നമ്പർ ചുമ്മാ ഇങ്ങനെ ടൈപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഏതെങ്കിലും നമ്മുടെ ATM കാർഡിൻ്റെ ഫ്രണ്ടിലുള്ള അത്രയൊക്കെ നമ്പർ ഡയൽ ചെയ്യുക. പിന്നെ നമ്മുടെ ATM കാർഡിൻ്റെ പാസ്വേഡ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പാസ്വേഡ് 4 ഡിജിറ്റൽ നമ്പർ പാസ്വേഡ് ഡയൽ ചെയ്യുക. അതുകൂടാതെ നാഷണൽ ID ഇക്കാമ, നമ്മുടെ ഇക്കാമ നമ്പർ എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇക്കാമ നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം താഴെ ഒരു കോഡ് കാണിക്കും. ഈ കോഡ് ക്ലോസ് ചെയ്യും. ഈ തെറ്റാതെ ഈ കോഡ് അതേമാതിരി ഇതിനകത്ത് ടൈപ്പ് ആണ്. ഇപ്പോൾ എൻ്റെ അകത്താണെങ്കിൽ YNGEM, അതിനകത്ത് പല കോഡാണ് കാണിക്കുക. ഇത് തെറ്റാതെ ഇതേമാതിരി തന്നെ ഈ ചെറിയ അക്ഷരം കാണിച്ച് ചെറിയ അക്ഷരം വലിയ അക്ഷരം വലിയ അക്ഷരം അതേ രീതിയിൽ തന്നെ കറക്റ്റ് ആ കോഡ് ക്യാപിറ്റൽ കോഡ് കൊടുക്കേണ്ടതാണ്. അതുകൂടാതെ എന്നിട്ട് അതിനുശേഷം ലോഗിൻ തൊട്ട് മുകളിലായി വലത്ത് സൈഡിൽ ലോഗിൻ എന്ന് പറയുന്നൊരു ഓപ്ഷൻ കാണുന്നതാണ്. അതിൽ ലോഗിൻ കൊടുക്കുക. ഓൾറെഡി എനിക്ക് അക്കൗണ്ട് ഉണ്ടായതുകൊണ്ട് എനിക്കത് ലോഗിൻ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇനി എൻ്റെ യൂസർ നെയിം പാസ്വേഡ് അടിച്ച് ഞാൻ കാണിച്ചിട്ട് എങ്ങനെ ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ ലോഗിൻ കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു OTP കോഡ് വരുന്നതായിരിക്കും നിങ്ങളുടെ ഫോണിനകത്ത്. ആ OTP കോഡ് അടിച്ച് അത് ഓപ്പൺ ചെയ്യുക. അതിൻ്റെ യൂസർ നെയിം കൊടുക്കുക. യൂസർ നെയിം നമ്മുടെ പേരോ എന്തൊരു പേര് എപ്പോഴും ഓർമ്മയിലിരിക്കുന്നൊരു പേര് കൊടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. യൂസർ നെയിം ഒരു പേരും കുറച്ച് സംഖ്യകളും കൊടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അതുകൂടാതെ തൊട്ട് താഴെ പാസ്വേഡ് കൊടുക്കേണ്ട ഒരു ഓപ്ഷൻ വരും. പാസ്വേഡ് കൊടുക്കുന്നത് എപ്പോഴും കൊടുക്കേണ്ട പ്രത്യേകം ശ്രദ്ധിക്കുക. ആദ്യമേ ചെറിയ അക്ഷരം ടൈപ്പ് ചെയ്യുക, പിന്നെ അതിനുശേഷം വലിയ അക്ഷരം, പിന്നെ കുറച്ച് സംഖ്യകൾ. അപ്പോൾ ഇപ്പോൾ 3-4 ഇപ്പോൾ ചെറിയ അക്ഷരം ടൈപ്പ് ചെയ്തു, പിന്നെ അതിനുശേഷം കുറച്ച് വലിയ അക്ഷരം ടൈപ്പ് ചെയ്തു, 3-4 വലിയ അക്ഷരം ടൈപ്പ് ചെയ്തു. അതുകൂടാതെ ഇംഗ്ലീഷ് ലെറ്റർ വേണം ടൈപ്പ് ചെയ്യാൻ. അതുകൂടാതെ എന്തെങ്കിലും സംഖ്യകൾ കൂടി ടൈപ്പ് ചെയ്തിട്ട് ടേസ്റ്റ് കൊടുക്കുക. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഓൾറെഡി അത് ഓപ്പൺ ആവും. നമുക്ക് ഓൾറെഡി അതിനകത്ത് ബാങ്കിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ പ്രത്യേക ശ്രദ്ധിക്കുക. നമ്മൾ അക്കൗണ്ട് ആഡ് ചെയ്ത നമ്പറുകളിൽ മാത്രമേ പൈസ അയക്കാൻ പറ്റത്തുള്ളൂ ഇതിനകത്ത്. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് കൊടുത്ത് ഇപ്പോൾ എങ്ങനെ ലോഗിൻ ചെയ്യുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചില്ല. ഇപ്പോൾ എൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഞാനിപ്പോൾ ഇതിനകത്ത് കൊടുക്കുകയാണ്. അപ്പോൾ എൻ്റെ യൂസർ നെയിം കൊടുത്തു. ഇനിയിപ്പോൾ അടുത്ത എൻ്റെ പാസ്വേഡ് ഞാൻ കൊടുക്കാൻ പോവുകയാണ്. ഇപ്പോൾ എൻ്റെ പാസ്വേഡ് ഞാൻ കൊടുത്തു. ഇനി കുറച്ച് വലിയ അക്ഷരം കൂടി കൊടുക്കണം. വലിയ അക്ഷരം എന്ന് വെച്ചാൽ അത് വലിയ അക്ഷരം മാത്രം, പിന്നെ സംഖ്യകൾ കുറച്ച് വരണം. ഇങ്ങനെ സംഖ്യ കൊടുത്തിട്ട് ഇവിടെ ലോഗിൻ എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ലോഗിൻ കൊടുക്കുക. ഇപ്പോൾ ഞാനതിൽ ലോഗിൻ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്കൊരു OTP കോഡ് ഫോണിനകത്ത് ലഭിച്ചതായി
മെസ്സേജ് വരും. നമ്മൾ ഏത് ഫോണിനകത്താണ് സിം ഇട്ടേന്ന് വെച്ചാൽ ആ ഫോണിനകത്തായിരിക്കും ഒരു OTP കോഡ് വരുന്നത്. OTP കോഡ് ഇവിടെ തെറ്റാതെ കറക്റ്റ് അതുമാതിരി ഡയൽ ചെയ്യുക. ഞാനിപ്പോൾ എനിക്ക് വന്ന OTP കോഡ് ഇവിടെ ഡയൽ ചെയ്തു കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുമ്പം അത് ലോഡായതിനു ശേഷം ഏതാനും നിമിഷങ്ങൾക്കകം അത് ഓപ്പണായി വരുന്നതായിരിക്കും. ഇപ്പോൾ ഇവിടെ നെറ്റ് സ്ലോ ആയതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ എൻ്റെ പേരും ഈ കാര്യങ്ങളെല്ലാം ഇത് കാണിച്ച്, അപ്പോൾ ഇനി ഇതിനകത്ത് നമുക്ക് ബാലൻസ് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് അങ്ങനെ ചെക്ക് ചെയ്യാം. ഇപ്പോൾ എൻ്റെ ബാലൻസ് നമുക്ക് ചെക്ക് ചെയ്യാം. ബാലൻസ് ചെക്ക് ചെയ്യാനായി കാർഡ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആ കാർഡ് എന്ന് പറയുന്നതിൽ നമ്മൾ തൊടുക. അപ്പോൾ കാർഡ് എന്ന് പറയുന്നതിൽ നമ്മൾ തൊട്ടതിന് ശേഷം നമ്മുടെ ഡീറ്റെയിൽസ് കാണിക്കുന്നതായിരിക്കും ഇത്. കാർഡ് എന്ന് പറയുന്ന തൊട്ടനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിനകത്ത് എത്ര രൂപയുണ്ട് അങ്ങനെ ഡീറ്റെയിൽസ് എല്ലാം കാണിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ അത് എഴുതിയിരിക്കുന്ന ബാലൻസും കാര്യങ്ങളാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് എങ്ങനെ പൈസ ട്രാൻസ്ഫർ ചെയ്യാൻ നോക്കാം. ഇതിനകത്ത് ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ട്രാൻസ്ഫറിൽ തൊടുക. ട്രാൻസ്ഫർ തൊട്ടതിന് ശേഷം ഇതിനകത്ത് പിന്നെ അതിൽ തൊട്ട് താഴെ കാണിച്ചിരിക്കുന്നത് ടു ഇൻ്റർനാഷണൽ ബാങ്ക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. ടു ഇൻ്റർനാഷണൽ ബാങ്ക് കൊടുക്കുക. ടു ഇൻ്റർനാഷണൽ ബാങ്ക് കൊടുത്ത് ഫ്രം നമ്മൾ ചെയ്ത് നമ്മുടെ അക്കൗണ്ടാണ് കൊടുക്കേണ്ടത്. ഫ്രം നമ്മുടെ അക്കൗണ്ട് കൊടുക്കുക. അതിന് താഴെ ടു ഏത് അക്കൗണ്ടിലോട്ട് അയക്കേണ്ടത്. നമുക്കിതിനകത്ത് ഓൾറെഡി അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ടു കൊടുത്തേക്കുന്ന അക്കൗണ്ടിലോട്ട് നമുക്ക് സെൻഡ് ചെയ്യാൻ പറ്റും. അതുകൂടാതെ എൻ്റെ തൊട്ട് താഴെ എമൗണ്ടും വെക്കാം. നമ്മളതിൽ ടു കൊടുക്കുമ്പോൾ നമ്മൾ അതിനകത്ത് ആഡ് ചെയ്തേക്കുന്ന അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. അതിനകത്ത് ഏതൊക്കെ അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ആ 2 അക്കൗണ്ട്, ഞാനകത്ത് ആകെ 2 അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുള്ള ആ 2 അക്കൗണ്ട് ഡീറ്റെയിൽസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമ്മളത് ടു കൊടുക്കുക. ഇപ്പോൾ നമ്മൾ കൊടുക്കേണ്ട അക്കൗണ്ടിൻ്റെ ഫ്രമും ടൂവും കൊടുത്തതിന് ശേഷം എമൗണ്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. ആ എമൗണ്ട് കൊടുക്കുക. അടുത്തത് നമ്മളത് ഫ്രമും ടൂവും കൊടുത്തതിന് ശേഷം ഇത് അയക്കേണ്ട റീസൺ ഓഫ് ട്രാൻസ്ഫർ എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. എന്തുകൊണ്ടാണ് ഈ പൈസ അയക്കുന്നത്, പിന്നെ എന്തോ കാര്യം എന്നുള്ളത് കൊടുക്കുക. അതിൻ്റെ താഴെ എന്തെങ്കിലും നമ്മൾ ടൈപ്പ് ചെയ്യുക. അതൊന്നും ടൈപ്പ് ചെയ്തെങ്കിലും കുഴപ്പമില്ല. നമ്മൾ ഇതിനകത്ത് റീസൺ ഓഫ് ട്രാൻസ്ഫർ ചെയ്യാൻ തൊടുമ്പോൾ കുറേ ഓപ്ഷൻ വരുന്നത്. അതിനകത്ത് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യുക. എന്നിട്ട് മെഡിക്കൽ എന്ന് കൊടുത്തതിന് ശേഷം നെക്സ്റ്റ് കൊടുക്കുക. അതിപ്പോൾ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം അടുത്തേക്ക് കാണാൻ കഴിയും നമ്മളിപ്പോൾ അയക്കാൻ പോകുന്നത് എൻ്റെ അക്കൗണ്ടിൽ എത്ര രൂപ ബാലൻസ് ഉണ്ടായിരുന്നു, ഏത് അക്കൗണ്ടിലോട്ടാണ് അയക്കുന്നത്, അത് എത്ര റിയാലാണ് അയക്കുന്നത്, അയക്കുമ്പോൾ നമ്മുടെ നാട്ടിൽ എത്ര രൂപ കിട്ടുന്നുണ്ട്, ഇപ്പോൾ ബാങ്കിൻ്റെ റേറ്റ് എത്രയാണ് ഇപ്പോൾ ഉള്ളത്, അതുകൂടാതെ അയക്കുന്ന ചാർജ് എത്രയാണ്. ഇപ്പോൾ ഇതുവഴി അയക്കാൻ നമുക്ക് 13 റിയാലേ ആവത്തുള്ളൂ. നമ്മൾ ബാങ്ക് ATM ത്രൂ വഴി അയക്കുന്നത് 16 റിയാലോ 17 റിയാലോ അങ്ങോട്ടാണ്. കറക്റ്റായിട്ട് എനിക്കറിയില്ല. ഞാനത് ഇത് വെച്ചതിന് ശേഷം പിന്നെ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ഓൾറെഡി ഇപ്പോൾ ഈ പൈസ അയക്കാനല്ല എങ്കിൽ കൺഫേം കൊടുക്കുക. കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ അടുത്ത് ചോദിക്കുന്നത് നമുക്കിത് ഇതിൻ്റെ പ്രിൻ്റ് എടുക്കാം, വേണമെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാം. അതുകൂടാതെ അതിനകത്ത് ഇമെയിലിനകത്ത് വരാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. നമ്മൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ മെയിൽ ഐഡിയും കൂടി വെക്കാൻ പറയുന്നുണ്ട് അതിനകത്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മൾ മെയിൽ ഐഡി വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് പ്രിൻറ്റ് നമ്മുടെ മെയിലിനകത്ത് വരും. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോൾ കൺഫേം കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ ആയി. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പ്രിൻറ്റ് എടുക്കാം, അതും കൂടെ ഉള്ളൂ. പ്രിൻറ്റിൻ്റെ ഓപ്ഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മുടെ പൈസ ഓൾറെഡി സെൻഡ് ചെയ്യാം. നമുക്ക് ഓൾറെഡി എന്നിട്ട് ട്രാൻസ്ഫർ ചെയ്ത ഹിസ്റ്ററി എടുക്കാൻ. ഹിസ്റ്ററി എങ്ങനെ എടുക്കുന്നത് കൂടി നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ്. പിന്നെ ഇതിൽ കാണാൻ കഴിയുന്ന വേറൊരു ഓപ്ഷനാണ് ബെനിഫിഷ്യറി എന്ന് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് ഏതൊക്കെ അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ആ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ബെനിഫിഷ്യറിക്കകത്ത് കാണാൻ കഴിയുന്നത്. ബെനിഫിഷ്യറിക്ക് നമ്മൾ ഏതൊക്കെ അക്കൗണ്ട് ആഡ് ചെയ്തിട്ടുണ്ട് ആ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും മറ്റുമാണ് കാണാൻ കഴിയുന്നത്. ഇപ്പം ഇൻ്റർനാഷണൽ ബാങ്ക് നമ്മുടെ നാട്ടിൽ ഏതൊക്കെ അക്കൗണ്ട് ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ആ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും നമുക്ക് കാണാൻ പറ്റും. അതിലുള്ള വേണ്ടാത്ത അക്കൗണ്ട് നമുക്ക് അതിനകത്ത് ഡിലീറ്റ് ചെയ്ത് കളയാനുള്ളൊരു ഓപ്ഷനും ഉണ്ട്. പിന്നെ നമുക്കിത് നമ്മുടെ അതിനകത്ത് ക്രെഡിറ്റ് അയക്കുന്ന പൈസ നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്ന പൈസയുടെ ഡീറ്റെയിൽസ് അയക്കാൻ വേണ്ടി ഈ അക്കൗണ്ട് തന്നെയകത്ത് ഫസ്റ്റ് നമ്മുടെ ഡീറ്റെയിൽസ് നമ്മൾ ബാലൻസ് കാണിച്ച് അതിനകത്ത് ഒരു 6 മാർക്ക് കൊടുത്തില്ല, അതിനകത്ത് തൊട്ടാൽ മതി. അതിൽ തൊടുക. അതിൽ തൊട്ട് കഴിയുമ്പോൾ ഇങ്ങനൊരു 3 ഓപ്ഷൻ വന്നൊരു ഓപ്പണായി കാണും. അതിനകത്ത് പ്രീപെയ്ഡ് കാർഡ് സ്റ്റേറ്റ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഇതിനകത്ത് എത്ര രൂപ ക്രെഡിറ്റ് ആയിട്ടുണ്ട്, എത്ര രൂപ ട്രാൻസ്ഫർ ചെയ്തിട്ടുള്ള ഡീറ്റെയിൽസ്. ഇപ്പോൾ ഇതിനകത്ത് എൻ്റെ ഇപ്പോൾ കാണിച്ചിരിക്കുന്നത് 30 ദിവസത്തെയാണ് കാണിച്ചിരിക്കുന്നത്. നമ്മളത് 30 ദിവസം എന്നുള്ളത് മാറ്റി 90 ഡേയ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര ദിവസത്തെ വേണ്ടതെന്ന് വെച്ചാൽ അത്രയും ദിവസത്തെ. ഇപ്പോൾ ഞാൻ ലാസ്റ്റ് അയച്ചതിൻ്റെ ചാർജ് എത്ര കട്ട് ചെയ്തേക്കുന്നു, പിന്നെ എത്ര രൂപ നാട്ടിലായിട്ട് അയച്ചേക്കുന്നു, എത്ര രൂപ ക്രെഡിറ്റ് അയക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് ഇതിനകത്ത് ഇങ്ങനെ വരുന്നത്. അപ്പം മോർ ഓപ്ഷൻ എടുത്ത് പിന്നെ സെൻഡ് ടു ഇമെയിൽ, ഇതിനകത്തും നമ്മുടെ മെയിലിനകത്തോട്ട് ഇത് അയക്കാനുള്ള ഓപ്ഷനുണ്ട്. അങ്ങനെ നിരവധി സൗദിയിലുള്ള ആൾക്കാർക്ക് നിരവധി ഉപകാരപ്പെടുന്ന ഒരു ആപ്ലിക്കേഷനാണിത്. ഇതിൻ്റെ ലിങ്ക് ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ വെക്കും. അപ്പോൾ ആവശ്യമുള്ള ഡൗൺലോഡ് ചെയ്തിട്ട് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും സംശയമുള്ള ആൾക്കാർ എൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ എഴുതുക. ഞാൻ അതിനുള്ള റിപ്ലൈ തീർച്ചയായും തരുന്നതായിരിക്കും.
നിങ്ങൾ ഈ വീഡിയോ യൂട്യൂബിലെ കാണുന്നതെങ്കിൽ നിതിൻ ഉദയൻ എന്ന് പറയുന്ന എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ അഥവാ ഈ ഫേസ്ബുക്കിലെ ഈ വീഡിയോ കാണുന്നെങ്കിൽ ഫേസ്ബുക്കിൽ മാവനാൽ മീഡിയ എന്ന് പറയുന്ന ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യുക.